ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി CMA ഫ്യൂച്ചറിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തു. ഒരുപാട് പോരായ്മകളെല്ലാം നിങ്ങൾ സത്യസന്ധമായിട്ട് ചൂണ്ടിക്കാട്ടി. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ ആ പോരായ്മകളെല്ലാം പരിഹരിച്ചുകൊണ്ടായിരിക്കും മുന്നോട്ട് പോവുക. അപ്പോൾ ഇനി മുതൽ നമ്മുടെ വീഡിയോസ് എല്ലാം ഷോർട്ട് വീഡിയോസ് ആയിരിക്കും. അതായത് പരമാവധി 25 മിനിറ്റ് ഡ്യൂറേഷൻ ആയിരിക്കും നമ്മുടെ വീഡിയോസിനെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമന്റ് ബോക്സ് ചെയ്യുക. ഞങ്ങളോടൊപ്പം സഹകരിക്കാൻ മെച്ചപ്പെട്ട ക്ലാസ്സുകൾ നൽകാനായിട്ട്. അങ്ങനെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബഡ്ജറ്റിംഗിന്റെ തിയറി ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ വീഡിയോ നമ്മൾ ബഡ്ജറ്റിംഗിന്റെ പ്രാക്ടിക്കൽ പ്രോബ്ലംസിലേക്ക് കടക്കുകയാണ്. അപ്പം അതിനു മുമ്പ് കുറച്ച് ഫോർമാറ്റ് ഉണ്ട്, ബഡ്ജറ്റിന്റെ ഫോർമാറ്റ് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടുത്തി തരാം. You have to fight the hardest battle. You have to fight the hardest battle which any human being can ever imagine to fight, and never stop fighting until you arrive at your destined place. That is the unique you. അപ്പൊ നമ്മള് ഫോർമാറ്റ് പരിചയപ്പെടാൻ പോവാണ്. ഈ ഫോർമാറ്റ് എനിക്ക് പരിചയപ്പെടുത്തി തന്നത് എനിക്ക് പഠിപ്പിച്ചത് CA ഉല്ലാസ് സാറാണ്. അപ്പൊ അദ്ദേഹം പരിചയപ്പെടുത്തി തന്ന ഫോർമാറ്റാണ്. ആദ്യം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് പർച്ചേസ് ബഡ്ജറ്റിന്റെ ഫോർമാറ്റ് ആണ്. പർച്ചേസ് ബഡ്ജറ്റ് വരയ്ക്കുമ്പോൾ നിങ്ങൾ ഒരു കോളം പർട്ടിക്കുലർ സ്റ്റോളോ ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട മെറ്റീരിയൽസ് അനുസരിച്ച് കോളം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഒറ്റ മെറ്റീരിയൽ മതിയെങ്കിൽ ഒരു കോളം, അല്ലെങ്കിൽ ഇനി അധികം മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കോളം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പൊ ആദ്യമേ നമ്മൾ പർച്ചേസ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് കൺസെപ്ഷൻ ആണ്. കൺസെപ്ഷൻ, ക്ലോസിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നിവയെല്ലാം ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് നമ്മൾ പർച്ചേസ് മാത്രമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് പർച്ചേസ് കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, കൺസംഷൻ അല്ലെങ്കിൽ യൂസേജ് എന്ന് പറഞ്ഞു തരും. അതായത് നമ്മൾ നമ്മുടെ ആ ഒരു ബഡ്ജറ്റിംഗ് പീരീഡിൽ എന്തുമാത്രം പ്രോഡക്ട്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നതെന്ന്, നമ്മൾ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. ആ യൂസേജ് നമ്മൾ എഴുതും. അതിന്റെ കൂടെ നമ്മുടെ ഈ ബഡ്ജറ്റ് പീരീഡിന്റെ എൻഡിൽ നമ്മുടെ എത്ര മെറ്റീരിയൽസ് ബാക്കി കാണുമെന്നും നമ്മൾ പറഞ്ഞു തരും. അതുകൂടെ നമ്മൾ എഴുതും. എന്നിട്ട് ആ രണ്ടിനെയും ടോട്ടൽ എടുക്കുക. ടോട്ടലിൽ നിന്നിട്ട് ഈ ബഡ്ജറ്റ് പീരീഡിന്റെ തുടക്കത്തിൽ നമ്മളെ എന്തുമാത്രം മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു അത് കുറയ്ക്കുക. അത് കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശിക്കുന്നതിനാണ് ഈ ബ്രാക്കറ്റിൽ ഇട്ടേക്കുന്നത്. നമ്മൾ അക്കൗണ്ടൻസി പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം എന്ത് ഫിഗർ, നെഗറ്റീവ് ഫിഗർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് കുറയ്ക്കേണ്ട ഫിഗർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ബ്രാക്കറ്റ് ഇടുക. കാരണം ഇതിനകത്ത് മൈനസ് മാർക്ക് ഇട്ട് അല്ലെങ്കിൽ മൈനസ് മാർക്ക് ഇട്ട് ചെയ്യുന്നതിനെക്കാളും വൃത്തിയായിരിക്കും ഈ നെഗറ്റീവ് ഇട്ട് ചെയ്യുന്നത്. അതായിരിക്കും ഇച്ചിരി വൃത്തി. നമ്മൾ ആഡെന്ന് എഴുതിയിട്ടുണ്ട്, ലെസ്ന്ന് എഴുതിയിട്ടുണ്ട്, അതിനോടൊപ്പം തന്നെ ബ്രാക്കറ്റ് ഇടുവാണെങ്കിൽ എക്സാം പേപ്പർ വാല്യൂ ചെയ്യുന്നതിലൂടെ ഇച്ചിരി ഒരു ഇംപ്രഷൻ തോന്നും. അങ്ങനെ നമ്മൾ നെഗറ്റീവ് ഫിഗർ ഇട്ട് ചെയ്തിട്ട് ഇതിനകത്തുനിന്ന് ഈ കൺസപ്ഷന്റെയും ക്ലോസിംഗ് സ്റ്റോക്കിന്റെയും ടോട്ടലിൽ നിന്നിട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് കുറയ്ക്കുന്ന ഫിഗറാണ് നമുക്ക് പർച്ചേസ് ആയിട്ട് കിട്ടുന്നത്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത് പ്രൊഡക്ഷൻ ബഡ്ജറ്റാണ്. പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ഫോർമാറ്റ് ഏകദേശം അത് തന്നെയാണ്, പക്ഷേ കുറച്ച് ചിലത് മാറും. കാരണം ഇവിടെ മെറ്റീരിയലാണ് എഴുതിയിരുന്നത്, അത് മാറി പ്രോഡക്റ്റ് ആയിട്ടുണ്ട്. പിന്നീട് നമ്മൾ കൺസപ്ഷന്റെ സ്ഥാനത്ത് സെയിൽസും ആയിട്ടുണ്ട്, പർച്ചേസിന്റെ സ്ഥാനത്ത് പ്രൊഡക്ഷനുമായിട്ടുണ്ട്. ഇതാണ് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ള വ്യത്യാസം. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പഴയതുപോലെ തന്നെ നമ്മുടെ എത്ര പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു അനുസരിച്ച് നമ്മുടെ കോളം അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം വരുന്നത് സെയിൽസ് ആണ്. അതായത് നമ്മുടെ ഫേമിന് ഈ ഒരു ബഡ്ജറ്റിംഗ് പീരീഡിൽ എന്തുമാത്രം സെയിൽസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു എന്ന് നമ്മളെ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഫിഗർ ഉണ്ട്, അത് എഴുതുക. അതിനോടൊപ്പം തന്നെ ഈ ബഡ്ജറ്റ് പീരീഡിന്റെ അവസാനം നമ്മുടെ കയ്യിൽ എന്തുമാത്രം ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാവും എന്ന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടിനെയും ടോട്ടൽ എഴുതുക. അതിൽ നിന്നിട്ട് ഈ ബഡ്ജറ്റിംഗ് പീരീഡിന്റെ തുടക്കത്തിൽ, അതായത് ഈ പീരീഡ് തുടക്കത്തിൽ ചിലപ്പോൾ ഒരു മാസത്തേക്ക് ആയിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ബഡ്ജറ്റ്, ചിലപ്പോൾ ഒരു ദിവസത്തേക്കുള്ള ബഡ്ജറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മാസത്തേക്കുള്ള ബഡ്ജറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ വർഷത്തേക്കുള്ള ബഡ്ജറ്റ് ആയിരിക്കാം, ചിലപ്പോൾ ഒന്നിലധികം വർഷത്തേക്കുള്ള ബഡ്ജറ്റും ആയിരിക്കാം. അപ്പോൾ ബഡ്ജറ്റിംഗ് പീരീഡ് എന്തും ആയിക്കോട്ടെ, ഫോർമാറ്റ് ഇത് തന്നെയാണ്. അപ്പൊ അതിനാണ് തുടക്കത്തിലുണ്ടായ ഓപ്പണിംഗ് സ്റ്റോക്ക്, അതും കുറയ്ക്കുക. ആ കുറച്ച് കിട്ടുന്ന കമ്പനിയാണ് നമുക്ക് അതിന്റെ പ്രൊഡക്റ്റ് ആയിട്ട്, നമ്മുടെ പ്രൊഡക്ഷൻ, അതായത് ഈ ബഡ്ജറ്റിംഗ് പീരീഡിൽ എന്തുമാത്രം പ്രൊഡക്ഷൻ നമ്മൾ നടത്തണം എന്ന് കണ്ടുപിടിക്കുന്നതിനാണ് ഈ ഒരു ഇത്. അതായത് ആദ്യമേ സെയിൽസ് എഴുതുക, അതിന്റെ കൂടെ ക്ലോസിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുക, എന്നിട്ട് അത് രണ്ടും ടോട്ടൽ ചെയ്തിട്ട് ആ ഫിഗറിൽ നിന്ന് ഓപ്പണിംഗ് സ്റ്റോക്ക് കുറയ്ക്കുക. എന്നാൽ ആ കിട്ടുന്ന സമ്മാണ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്ഷൻ. ഇതും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ അടുത്ത ഫോർമാറ്റിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതും കൂടുതലായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള ബഡ്ജറ്റാണ്. അതാണ് ക്യാഷ് ബഡ്ജറ്റ്. ക്യാഷ് ബഡ്ജറ്റിന്റെ ഫോർമാറ്റ് ചെറിയ വ്യത്യാസമുണ്ട്. മറ്റേ പർച്ചേസ് ബഡ്ജറ്റിനെക്കാളും പ്രൊഡക്ഷൻ ബഡ്ജറ്റിലായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അത് നമുക്കൊന്ന് പരിചയപ്പെട്ടു നോക്കാം. അപ്പം ക്യാഷ് ബഡ്ജറ്റിനകത്ത് നമ്മളെ എഴുതുന്നത് മന്തെന്നോ ഇയർന്നോ ആയിരിക്കും. കാരണം
ചിലപ്പോൾ ഈ ബഡ്ജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു മാസത്തേക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വർഷത്തേക്ക് വേണ്ടിയിട്ടോ, ചിലപ്പോൾ അതിനനുസരിച്ച് മാസമാണെങ്കിലോ വർഷമാണെങ്കിലോ ചിലപ്പോൾ ഒന്നിലധികം വർഷത്തേക്കുള്ള ബഡ്ജറ്റ് ആണെങ്കിൽ അത് നമ്മൾ അപ്പുറത്തോട്ട് എഴുതുക, അതായത് കോൾ എക്സ്റ്റെൻഡ് ചെയ്ത് എഴുതുക. അപ്പൊ ആദ്യം നമ്മൾ എഴുതേണ്ടത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കും, അത് നമ്മൾ എഴുതുക. അതിനകത്ത് ആഡ് ചെയ്യുക. അതിനോട് എന്ത് ആഡ് ചെയ്യണം? നമുക്ക് ഉണ്ടാകുന്ന സകല ക്യാഷ് ആയിട്ടുള്ള സകല വരവ് നമ്മൾ ആഡ് ചെയ്യുക. അത് റെസീപ്റ്റ്സ് എന്ന് എഴുതുക. ഓപ്പണിംഗ് ബാലൻസ് എ ആണ്, എ എന്നൊരു ഹെഡ് കൊടുക്കുക. റെസീപ്റ്റ്സ് ബി എന്നൊരു ഹെഡ് കൊടുക്കുക. എന്നിട്ട് അതിനകത്ത് ഓരോ ഐറ്റവും എടുത്ത് എഴുതുക. മെയിനായിട്ട് നമുക്ക് ക്യാഷ് വരുന്നത് സെയിൽസിൽ നിന്നാണ്, പിന്നീട് കളക്ഷൻ ഫ്രോം ഡെപ്റ്റേഴ്സ് ആണ്. അത് രണ്ടും ഞാൻ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ ടോട്ടൽ എടുക്കുക. ടോട്ടൽ എന്ന് പറയുമ്പോൾ ബിയുടെ ടോട്ടൽ മാത്രമല്ല, നമുക്ക് നമ്മുടെ കയ്യിലുള്ള പൈസയുടെ എല്ലാത്തിന്റെയും ടോട്ടലാണ്. അപ്പൊ നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് പ്ലസ് റെസീപ്റ്റ്സ് രണ്ടിനെയും ടോട്ടൽ എടുക്കുക. എന്നിട്ട് സി എന്നൊരു പറയുന്ന സബ്ജക്റ്റില് എക്സ്പെൻഡിച്ചർ എഴുതുക. എക്സ്പെൻഡിച്ചർ ലെസ് ചെയ്യേണ്ടതാണ്. ക്രെഡിറ്റേഴ്സ് നമ്മൾ എഴുതി, വേജസ് എഴുതി, കമ്മീഷൻ എഴുതി. അങ്ങനെ ഈ എക്സ്പെൻസിന്റെ എല്ലാവരുടെയും ടോട്ടൽ എഴുതി എഴുതുക. അങ്ങനെ നമ്മൾ ഇപ്പൊ ഇതിലായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. ഓപ്പണിംഗ് ബാലൻസിന്റെ കൂടെ നമുക്കുണ്ടായ വരവുകളെല്ലാം നമ്മൾ ആഡ് ചെയ്തു. എന്നിട്ട് നമുക്കുണ്ടായ ചെലവുകളെല്ലാം നമ്മൾ കുറയ്ക്കും. ചെലവുകളെല്ലാം നമ്മൾ കൂട്ടി എഴുതി. അപ്പൊ ഇനി നമുക്ക് കണ്ടുപിടിക്കും. ക്ലോസിംഗ് ബാലൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലോസിംഗ് ബാലൻസ് എന്തായിരിക്കും? ഈ വരവുകളിൽ നിന്ന് നമ്മുടെ ചെലവ് കുറയ്ക്കുന്ന കിട്ടുന്ന സംഖ്യയാണ് നമ്മുടെ ക്ലോസിംഗ് ബാലൻസ്. അതായത് എ പ്ലസ് ബി മൈനസ് സി ഈസ് ഈക്വൽ ടു ക്ലോസിംഗ് ബാലൻസ്. അതായത് ഓപ്പണിംഗ് ബാലൻസ് പ്ലസ് റെസീപ്റ്റ്സ് മൈനസ് എക്സ്പെൻഡിച്ചർ ഈസ് ഈക്വൽ ടു ക്ലോസിംഗ് ബാലൻസ്. നിങ്ങൾക്ക് ക്യാഷ് ബഡ്ജറ്റ് മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക, ഇനി എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഇലിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. അപ്പൊ നമ്മുടെ ഇലിസ്ട്രേഷൻസിലേക്ക് കടക്കുകയാണ്. അപ്പം ഇലിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എക്സാമിനെല്ലാം മുമ്പ് അനാലിസിസ് ചെയ്യുക എന്നുള്ളതാണ്. അനാലിസിസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചിട്ട് നമുക്ക് മനസ്സിലാവുന്ന എന്താണോ, അല്ലെങ്കിൽ മനസ്സിലായില്ലെങ്കിൽ പോലും നമുക്ക് അതിനകത്ത് ഓരോ സെന്റൻസ് നമ്മൾ എടുത്തു വെക്കുക. നിങ്ങൾ വർക്കിംഗ് നോട്ടായിട്ട് ചെയ്യുന്നതായിരിക്കും. അനാലിസിസ് പ്രിപ്പയർ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഒരു വട്ടം അനാലിസിസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യനിലോട്ട് നോക്കേണ്ട ആവശ്യം വരത്തില്ല. ഇതിനകത്താണെങ്കിൽ ഞാൻ ക്വസ്റ്റ്യനകത്ത് ഇമേജ് ആയിട്ട് പിൻ ചെയ്ത് തരുന്നുണ്ട്. നമ്മുടെ സെക്കൻഡ് ഗ്രൂപ്പിന്റെ സ്റ്റഡി മെറ്റീരിയലിലെ പേജ് നമ്പർ 95 രജിസ്ട്രേഷൻ നമ്പർ 1 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ അനാലിസിസ് പ്രിപ്പയർ ചെയ്യണമെന്ന് പഠിപ്പിച്ചുള്ള കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടിൽ തന്നെയാണ് ജോൺ സാറാണ് ഈ അനാലിസിസിനെ പറ്റിയിട്ട് ഈ പറഞ്ഞു തന്നത്. കാരണം അനാലിസിസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ 2-3 വട്ടം വായിക്കുന്നതിനെക്കാട്ടി നല്ലത് ഒറ്റ തവണ ക്വസ്റ്റ്യൻ വായിക്കുക. എന്നിട്ട് അടുത്ത തവണ നമ്മൾ വായിച്ചിട്ട് ഓരോ സെന്റൻസിനെ നമുക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട് അതിന്റെ ഒരു എഴുതി വെക്കുക. അതിന്റെ ഒരു അനാലിസിസ് ആയിട്ട് ഒരു പോയിന്റ് എഴുതി വെക്കുക. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ഞാൻ ഒന്ന് വായിച്ചു തരാം എന്താണ് ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് നമുക്ക് റോ മെറ്റീരിയൽ പർച്ചേസ് ബഡ്ജറ്റ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അവർ പറഞ്ഞിട്ടുണ്ട് 6 മെറ്റീരിയൽസ് ഉണ്ട്. ABCDEF എന്നുള്ള 6 മെറ്റീരിയൽസിന്റെ ബഡ്ജറ്റാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓപ്പണിംഗ് ഡേറ്റിലുള്ള സ്റ്റോക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്ലോസിംഗ് ഡേറ്റിലുള്ള സ്റ്റോക്ക് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമ്മുടെ യൂസേജ് തന്നിട്ടുണ്ട്. പിന്നീട് നമുക്ക് തന്നിട്ടുള്ളത് പ്രൈസ് പെർ യൂണിറ്റ് ആണ്. അതായത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന മെറ്റീരിയൽസിന്റെ ഈ ഓരോ ABCDEF എന്നുള്ള ഓരോ മെറ്റീരിയൽസിന്റെയും പെർ യൂണിറ്റ് പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് കണ്ടുപിടിക്കുന്നത് എന്തൊക്കെയാണ്? ടോട്ടൽ പർച്ചേസ് നമ്മൾ കണ്ടുപിടിക്കണം. ടോട്ടൽ പർച്ചേസ് എന്ന് പറയുമ്പോൾ ABCDEF എന്നുള്ള ഓരോ മെറ്റീരിയലിന്റെ പെർ പർച്ചേസും കണ്ടുപിടിക്കണം. ആ പർച്ചേസ് ചെയ്ത യൂണിറ്റിന് ഈ പ്രൈസ് പെർ യൂണിറ്റ് ഇല്ലേ അത് വെച്ചിട്ട് ഓരോ യൂണിറ്റിനും എത്ര രൂപയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ ക്വാണ്ടിറ്റിക്കും എത്ര രൂപയായിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇതാണ് നമ്മൾ ഇലിസ്ട്രേഷൻ 1 ചെയ്യാൻ പോകുന്നത്. ഇനി അതിന്റെ ആൻസർ നിങ്ങൾക്ക് ചെയ്തു തരാം. അപ്പൊ നമ്മൾ ഇലിസ്ട്രേഷൻ ആൻസറിലേക്ക് കിടക്കാം. ആൻസറിന് മുമ്പ് നമുക്ക് ഫോർമാറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഫോർമാറ്റ് ആണ് റോ മെറ്റീരിയൽ പർച്ചേസ് ബഡ്ജറ്റ് ഫോർ ദ മന്ത് January 2015. അത് നമ്മളെ ഹെഡിങ് എഴുതി. താപ്പോട്ട് പർട്ടിക്കുലേഴ്സും ഈ സൈഡിലോട്ട് മെറ്റീരിയൽസും ആണ്. മെറ്റീരിയൽസ് നമുക്ക് 6 മെറ്റീരിയൽസ് ആണുള്ളത്. ABCDE. പിന്നെ ടോട്ടൽ കോഡ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് പെർ യൂണിറ്റ് പ്രൈസ് തന്നിട്ടുണ്ട്. അപ്പം ടോട്ടൽ യൂണിറ്റ് പർച്ചേസിന് നമ്മൾ കണ്ടുപിടിക്കണം. ടോട്ടൽ എക്സ്പെൻസ് ഓഫ് പർച്ചേസ് നമ്മൾ കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ടോട്ടൽ കോളം നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. അപ്പം ഫോർമാറ്റ് പ്രകാരം നമ്മൾ ഫോർമാറ്റ് ആദ്യമേ കണ്ടായിരുന്നു. അപ്പോൾ ഇനി പർട്ടിക്കുലേഴ്സിൽ ആദ്യം വരുന്നതാണ് കൺസെപ്ഷൻ. പർച്ചേസ് ബഡ്ജറ്റ് ആണ് ആദ്യം വരുന്നത് കൺസെപ്ഷൻ. അത് ആഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു പർച്ചേസ് കിട്ടും. പിന്നീട് നമുക്ക് പെർ യൂണിറ്റ് പ്രൈസ് തന്നിട്ടുണ്ട്. പർച്ചേസ് പ്രൈസ്. ആ പെർ യൂണിറ്റ് പ്രൈസ് പർച്ചേസ് ക്വാണ്ടിറ്റിയെ നമ്മൾ പെർ യൂണിറ്റ് പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടോട്ടൽ പർച്ചേസ് എക്സ്പെൻസ് കിട്ടും. അതാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. അങ്ങനെ നമ്മൾ ഈ A മുതൽ ഈ F വരെയുള്ള സകല മെറ്റീരിയൽസിന് ടോട്ടൽ പർച്ചേസ് എക്സ്പെൻസ് ആയിരിക്കും ടോട്ടൽ ഔട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കോളംസ് ബിൽഡ് ചെയ്ത് കൊടുക്കാം.
അപ്പം എയുടെ കൺസപ്ഷൻ ആണ് 1,20,000 യൂണിറ്റ്സ്, 1,20,000 യൂണിറ്റ് എയുടെ കൺസപ്ഷൻ ഉണ്ട്. ബിയുടെ കൺസപ്ഷൻ എന്ന് പറയുമ്പോൾ 44,000 ആണ്. സിയുടെ കൺസപ്ഷൻ 1,32,000. ഡിയുടെ കൺസപ്ഷൻ 36,000 ആണ്. ഇയുടേത് 88,000ഉം എഫിൻ്റെത് 1,72,000. അതിനോട് നമ്മൾ ഇതിന്റെ എല്ലാം ക്ലോസിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുന്നു. അതായത് 31 ജാനുവരിയിൽ നമുക്ക് എസ്റ്റിമേറ്റഡ് ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനില്. ആ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ഇതിനോട് കൂടി ആഡ് ചെയ്യുന്നു. എയുടേത് 20,000 ആണ്, ബിയുടേത് 8,000 ആണ്, സിയുടേത് 28,000, ഡിയുടേത് 4,000 ഉള്ളത്, ഇയുടേത് 16,000ഉം എഫിൻ്റെത് 32,000ഉം ആണ്. അപ്പൊ നമുക്ക് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ ടോട്ടൽ എഴുതുക എന്നുള്ളതാണ്. അപ്പം എയുടെ ഓപ്പണിംഗ് കൺസപ്ഷൻ പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ ടോട്ടൽ 1,42,000. ബിയുടേത് 52,000, സിയുടേത് 1,60,000, ഡിയുടേത് 40,000, ഇയുടേത് 1,04,000. 1,04,000 എഴുതി. പിന്നീട് വരുന്നത് എഫിൻ്റെത് 2,04,000 വരും. 2,04,000 വരും. ഇതിനകത്ത് നമ്മൾക്ക് തന്നിട്ടുള്ള എസ്റ്റിമേറ്റഡ് ഓപ്പണിംഗ് സ്റ്റോക്ക്, അതായത് സ്റ്റോക്ക് ആസ് ഓൺ January 31st, അതാണ് നമ്മുടെ ഓപ്പണിംഗ് ഡേറ്റ്. ഓപ്പണിംഗ് ഡേറ്റിൽ നമ്മുടെ സ്റ്റോക്ക് നമ്മൾ കുറയ്ക്കുന്നു. ഓപ്പണിംഗ് ഡേറ്റിലെ സ്റ്റോക്ക് എയുടേത് 16,000 ആയിരുന്നു, ബിയുടേത് 6,000 ആയിരുന്നു, സിയുടേത് 24,000ഉം ഡിയുടേത് 2,000 ആയിരുന്നു. അപ്പോൾ ഇയുടേത് 14,000ഉം എഫിൻ്റെത് 28,000ഉം ആണ്. അപ്പൊ നമുക്ക് ഇത് കുറയ്ക്കാം. ഇത് കുറയ്ക്കുമ്പോഴുള്ള സമ്മാണ് 1,42,000 60,000 പോകുമ്പോൾ നമുക്ക് കിട്ടും 1,24,000. ബിയുടേത് 52,000 6,000 പോകുമ്പോൾ നമുക്ക് 46,000 കിട്ടും. 46,000 കിട്ടും. പിന്നീട് സിയുടേത് 1,60,000 ആണ്. 60,000 24,000 പോകുമ്പോൾ 1,36,000 കിട്ടും. പിന്നീട് ഡിയുടേത് 40,000 2,000 പോകും, അന്നേരം നമുക്ക് 38,000 കിട്ടും. പിന്നീട് ഇയുടെ 1,04,000 ആണ്, അതിനകത്ത് 14,000 പോയി, നമുക്ക് 90,000 യൂണിറ്റ്സ് കിട്ടുന്നുണ്ട്. പിന്നീട് ഇത് എഫിന്റെ ആണ്. എഫിൻ്റെത് 2,04,000 ആണ്. 2,04,000 28,000 പോകുമ്പോൾ നമുക്ക് 1,76,000 കിട്ടുന്നുണ്ട്. ഇനി നമ്മുടെ പെർ യൂണിറ്റ് പ്രൈസ് തന്നിട്ടുണ്ട്, അത് നോക്കുക. അത് എയുടെ പെർ യൂണിറ്റ് പ്രൈസ് 0.25 പൈസ, ബിയുടേത് 0.05 ആണ്, 0.05, ഡിയുടേത് സിയുടേത് 0.1.5, ഡിയുടേത് 0.1, ഇയുടേത് 0.20, ലാസ്റ്റ് എഫിൻ്റെത് 0.30. ഇതാണ് നമ്മുടെ പെർ യൂണിറ്റ് പ്രൈസ്. ഇനി നമുക്ക് ടോട്ടൽ പർച്ചേസ് പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതെന്തായാലും നമ്മളോ എ പ്ലസ് ബി പ്ലസ് സി, ഇത് ഡി ആണ് നമ്മുടെ പർച്ചേസ്, ഇ ആണ് പർച്ചേസ് പ്രൈസ് പെർ യൂണിറ്റ്. അപ്പൊ നമുക്ക് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ടോട്ടൽ പർച്ചേസ് കിട്ടുന്നത്. അതായത് ഈ ഡി ഇല്ലേ, നമ്മുടെ ഡി ആണ് പർച്ചേസ്, ഈ പർച്ചേസ് പ്രൈസ് പെർ യൂണിറ്റ് ആണ്. ആ ഡി ഇൻറ്റു ഇ, ഇതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഡി ഇൻറ്റു ഇ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ടോട്ടൽ പർച്ചേസ് പ്രൈസ്. അപ്പൊ 1,24,000 ഇൻറ്റു 0.25 ചെയ്യണം. 1,24,000 ഇൻറ്റു 0.25 ചെയ്യുമ്പോൾ നമുക്ക് 31,000 കിട്ടും. ഇത് 31,000 ഉണ്ട്. പിന്നീട് ബിയുടേത് 46,000 ഉണ്ട്. 46,000 ഇൻറ്റു 0.05 ചെയ്യുന്നു, അന്നേരം നമുക്ക്
2300 കിട്ടും. പിന്നീട് 1,36,000 into 0.15 1 lakh അന്നേരം നമുക്ക് 20,400 അത് കിട്ടുന്നുണ്ട്. പിന്നീട് 38,000 into 0.10 അത് 3,800 90,000 into ഇത് 18,000 കിട്ടുന്നുണ്ട്. ലാസ്റ്റ് ആണ് 1,76,000 into 0.30 അന്നേരം നമുക്ക് കിട്ടുന്നതാണ് 52,800. അതിന് ഇതിന്റെ എല്ലാതിന്റെ ടോട്ടൽ നമുക്ക് നോക്കണം. കാരണം നമുക്ക് ടോട്ടൽ പർച്ചേസ് പ്രൈസ് കണ്ടുപിടിക്കണം. അപ്പൊ ഇതിന്റെ എല്ലാം കൂടെ ടോട്ടൽ നമ്മൾ ആഡ് ചെയ്യുന്നു. ടോട്ടൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1,28,300. ഇതാണ് നമ്മുടെ ജനുവരി മാസത്തെ ടോട്ടൽ പർച്ചേസ് പ്രൈസ്. ടോട്ടൽ പർച്ചേസ് ക്വാണ്ടിറ്റി ആണ് ഇത്. ടോട്ടൽ പർച്ചേസ് ക്വാണ്ടിറ്റി നമ്മൾ എഴുതിയില്ലായിരുന്നു അല്ലേ. അപ്പം ടോട്ടൽ 1,24,000 പ്ലസ് 6,10,000 6,10,000 ആണ് ടോട്ടൽ പർച്ചേസ് ക്വാണ്ടിറ്റി ടു 1,28,300. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ആദ്യം നമ്മൾ കൺസപ്ഷൻ എഴുതി, എല്ലാ യൂണിറ്റിന്റെയും കൺസപ്ഷൻ എഴുതി, അതിനോട് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്തു. അതിൽ നിന്ന് നമുക്ക് ഉണ്ടായിരുന്ന എസ്റ്റിമേറ്റഡ് ഓപ്പണിംഗ് സ്റ്റോക്ക്, അതായത് ജനുവരി 1 ഉണ്ടായിരുന്ന ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ കുറച്ചു. അന്നേരം കിട്ടുന്ന ഫിഗർ ആണ് നമ്മുടെ പർച്ചേസ്. ടോട്ടൽ പർച്ചേസ് 6,10,000 രൂപയാണ് ആ ടോട്ടൽ പർച്ചേസ് യൂണിറ്റ്സ്. അതിനകത്ത് പർച്ചേസ് പ്രൈസ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്. ആ പെർ യൂണിറ്റിന് നമ്മൾ എഴുതി. എന്നിട്ട് ടോട്ടൽ പർച്ചേസ് ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസ് പെർ യൂണിറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ പർച്ചേസ് പ്രൈസ് കിട്ടും. ആ ടോട്ടൽ പർച്ചേസ് പ്രൈസിന്റെ എല്ലാം ടോട്ടൽ നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ 1,03,000 കിട്ടി. ഇപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? നമ്മൾ ടോട്ടൽ 6,10,000 യൂണിറ്റ്സ് പർച്ചേസും ചെയ്തു. 1,28,300 രൂപയ്ക്കാണ് നമ്മുടെ പർച്ചേസ് നടന്നത്. അങ്ങനെ ഈ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കിനി അങ്ങനെ നമ്മൾ ഫോർമാറ്റ് എല്ലാം പഠിച്ചു, ഒരു ഇലിസ്ട്രേഷൻ ചെയ്തു. കൊച്ചു ഇലിസ്ട്രേഷൻ ആയിരുന്നു, ഒരുപാടൊന്നും പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു, വലിയ ഇതായിട്ട് ചെയ്യാൻ പറ്റി. നമുക്ക് ഇനി അടുത്ത വരുന്ന വീഡിയോസിൽ ബാക്കി ഇലിസ്ട്രേഷൻ കൂടെ ചെയ്യാം. ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. നല്ല പാടുള്ള പ്രോബ്ലംസ് ഉണ്ട്, നമുക്ക് ചെയ്യാം. അപ്പം ഈ ഇലിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഫോർമാറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഇലിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യുക. അത് നമ്മൾ അടുത്ത വീഡിയോസ് തന്നെ ബാക്കിയുള്ള ഇലിസ്ട്രേഷൻസ് കൂടെ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ഇടാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ കമന്റുകളിലൂടെയാണ് നമ്മുടെ ക്ലാസ് വീഡിയോസ് വിജയകരമായിട്ട് പോകുന്നത്. ഇനി നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതിനായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉടൻ തന്നെ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും സാധനം ഉദ്ദേശിച്ചുകൊണ്ട് താങ്ക് യു. സെയിം ഫ്യൂച്ചറിന് വേണ്ടി ഞാൻ അഭിജിത്ത് ദേവി.